ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ആഗോള നിക്ഷേപക സംഗമം അതിന് കൊച്ചിയാണ് ഇത്തവണ വേദിയാകുന്നത്. നിരവധി പദ്ധതികൾ മുടങ്ങി നിൽക്കുന്ന സമയത്ത് ആണ് ഇതെന്ന് നമ്മൾ ഓർക്കുകയും വേണം. എപ്പോഴാണ് ഉദ്ഘാടനം? കൃഷ്ണ, രാവിലെ 10 മണിക്കാണ് മുഖ്യമന്ത്രി കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇത് 26 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘം അടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും അടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന സർക്കാർ ഇത് മുന്നോട്ട് വെക്കുന്നത്. വലിയ രീതിയിലുള്ള നിക്ഷേപം കേരളത്തിലേക്ക് എത്തും എന്നതാണ് പി രാജീവ് കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ നമുക്ക് പറയാനുള്ളത്, നിരവധി ഇതുപോലെ കൊട്ടിഘോഷിച്ച സ്മാർട്ട് സിറ്റി പോലത്തെ പദ്ധതികളൊക്കെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ഇന്നും നിരവധി വ്യവസായ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി കിടക്കുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയിലായാലും സമീപ ജില്ലകളിലും എല്ലാം തന്നെ അത് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. അപ്പോൾ തന്നെയാണ് പുതിയ സ്വകാര്യ നിക്ഷേപങ്ങളെ കൊണ്ടുവരുന്നു. വിദേശത്തു നിന്ന് അടക്കമുള്ള നിക്ഷേപങ്ങളെ വലിയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന തരത്തിൽ വ്യവസായ മന്ത്രി ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇത് ടൂറിസം, IT മേഖല, ആരോഗ്യ മേഖലയിലെല്ലാം വലിയ കുതിപ്പുണ്ടാക്കും എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും. ഇതിലെ പ്രത്യേക പരിഗണനയായി 20 വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാവും പ്രിഫറൻസ് നിശ്ചയിക്കുക എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായിട്ടുള്ള B2B ചർച്ചകൾ അടക്കം നടക്കും എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായാലും വലിയ രീതിയിൽ ആർഭാടമായി തന്നെ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അത് വലിയ നേട്ടം കേരളത്തിന് ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം. കൃഷ്ണരാജ്. അതേസമയം സുധീഷ്, ഉച്ചകോടിക്ക് തുടക്കമാകുമ്പോൾ പാതിവഴിയിലായ നിരവധി നിക്ഷേപ പദ്ധതികളാണ് മുന്നിലുള്ളത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ സംസ്ഥാനത്തിന് നഷ്ടമായത് വൻ നിക്ഷേപ പദ്ധതികളാണ്. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ടികോമിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് മാത്രമായപ്പോൾ യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. സുധീഷ്, ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് തുടക്കം. ഉച്ചകോടി നടക്കുന്ന അതേ ഇടത്ത് അതെ, നമ്മൾ ഏറെ പ്രതീക്ഷ വച്ച പദ്ധതികൾ എത്രയാണ് മുടങ്ങിക്കിടക്കുന്നത്. കാട് കയറി നശിക്കുന്ന പലയിടങ്ങളും ഈ പദ്ധതിക്കായി മാറ്റിവെച്ച ഇടങ്ങളിലൊക്കെ അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് സുധീഷ് ഇത്. അങ്ങനെ തന്നെയാണ് വീണ. ഇപ്പോൾ 2007 സ്മാർട്ട് സിറ്റിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകിയത്. 90,000 തൊഴിലവസരങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്ത്. 80 ലക്ഷം ചതുരശ്ര അടിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും. വലിയ വലിയ വാഗ്ദാനങ്ങളായിരുന്നു. എന്നാൽ അത് ടീകോവിന് വേണ്ടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത വീഴ്ച വരുത്തിക്കൊണ്ട് സർക്കാർ അത് പൂർണ്ണമായും വഴിയാധാരമാക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ അവസാനം വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയ ടീകോമിന് തന്നെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ പദ്ധതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ 2022 ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർത്തീകരണം എന്നത് പോലും പറയാൻ തയ്യാറായിരുന്നില്ല. അതും വളരെ സൗജന്യമായി ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അത് മറിച്ച് വിൽക്കാനുള്ള ശ്രമങ്ങൾ പോലും ഇതിൽ ടീകോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം വലിയ കെടുകാര്യസ്ഥത ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായി. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്, പരമ്പരാഗത വ്യവസായങ്ങളടക്കം നിലനിൽക്കുന്ന ഇന്നത്തെ ഒരു പ്രതിസന്ധി. കയർമേള എന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ കയർ മേഖലയിൽ ഉയർച്ച ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏതാണ്ട് 4 വർഷത്തിലധികമായി കയർ മേളയും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പലതും തുടങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല. ഇല്ലെങ്കിൽ അത് ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ പുതിയ പദ്ധതികളിലേക്കും പുതിയ നയസമീപനങ്ങളിലേക്കും മാറുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും 2ാം പിണറായി സർക്കാരിന് നയമാറ്റങ്ങൾ വളരെ കൂടുതലായി ഉണ്ട്. അത് പല പദ്ധതികളെയും പാതി വഴിയിലാക്കുന്നു. ഇപ്പോൾ തന്നെ കിഫ്ബിയിൽ തുടങ്ങിയ വലിയ വരുമാന സ്രോതസ്സായി മാറും എന്നൊക്കെ പറഞ്ഞ പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. കിഫ്ബി ഫണ്ട് വരുന്നില്ല എന്നതാണ് പറയുന്നത്. അതിന് സമാനമായി തന്നെയാണ് വ്യവസായ സ്ഥാപനങ്ങൾ. നിരവധിയായ വ്യവസായ സ്ഥാപനങ്ങൾ, പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ അതിന് ഉദാഹരണമാണ്. ആ രീതിയിൽ തന്നെ സ്പിന്നിംഗ് മില്ലുകൾ തന്നെ നിരവധി എണ്ണം പൂട്ടിക്കിടക്കുന്നു, ഇല്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വലിയ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ആർഭാടകരമായി ഇങ്ങനെ ഒരു ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നത്. 2 ദിവസമായാണ് നടക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാന
സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം പോലും പൂർണ്ണമായും ഇതിനെ കൂടി ബന്ധപ്പെട്ടായിരിക്കും 2 ദിവസം നടക്കുക. മുഖ്യമന്ത്രി ഇന്നലെ കൊച്ചിയിലെത്തിയതാണ്. ഇതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകൂ എന്ന് പറയുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും കൊച്ചിയിലേക്ക് എത്തുമെന്ന് പറയുന്നു. ആ രീതിയിൽ പൂർണ്ണമായും സർക്കാരിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഉച്ചകോടി മുന്നോട്ട് പോകുന്നതെന്ന് കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും വീണ. ഓക്കെ, ശരി സുധീഷ്.